നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വചനമുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മളിങ്ങനെ നോക്കിയിരിക്കേണ്ട ഒരു വചനമാണ്. എഫെസസ് പഠിക്കേണ്ട ഒരു വചനമുണ്ട്. എഫെസസ് 4:11 അവൻ ചിലർക്ക് പ്രഘോഷകനും അപ്പസ്തോലനും പ്രബോധകനും അത്ഭുത പ്രവർത്തകനൊക്കെ ആകാൻ വരം നൽകി. അവൻ ചിലർക്ക് വരം നൽകി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വരെ കിട്ടിയേക്കുന്നത്? നമുക്ക് ഓരോ വരങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഓരോ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈശോ വരം നൽകി. എന്തിനാ തന്നേക്കുന്നത്? ഇത് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തുന്നതിനും വേണ്ടിയാണ്. എന്തിനു വേണ്ടി തന്നേക്കുന്നത്? ഇത് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും, നിങ്ങളെ കൂടുതൽ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും, നിങ്ങൾ ഈശോയുടെ മിനിസ്ട്രി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനും, സഭാശരീരത്തെ ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തുന്നതിന് വേണ്ടിയാണ്. ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തുന്നതിന് വേണ്ടി നിങ്ങൾക്കൊരു വരം നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള വരമായിരിക്കാം, നമുക്ക് ഈശോയെക്കുറിച്ച് പറയാനുള്ള വരമായിരിക്കാം, നിങ്ങൾക്ക് ലിസൺ ചെയ്യാനുള്ള ശുശ്രൂഷ ചെയ്യാനുള്ള വരമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വരങ്ങളായിരിക്കും. ഇതൊക്കെ ദൈവം തന്നേക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നിങ്ങളെ പരിപൂർണരാക്കുക, നിങ്ങൾ ശുശ്രൂഷയുടെ ജോലി ചെയ്യുക, ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തുന്നതിന് വേണ്ടിയാണ് വരം നൽകിയിരിക്കുന്നത്. ബാക്കി പറയുകയാണ്, വിശ്വാസത്തിൻ്റെ ഐക്യത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിലും ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യനാവുകയും ചെയ്യുന്നതുവരെ ഇത് തുടരേണ്ടിയിരിക്കുന്നു. വിശ്വാസത്തിൻ്റെ ഐക്യത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിലും ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യനാവുകയും ചെയ്യുന്നതുവരെ ഇത് തുടരേണ്ടിയിരിക്കുന്നു. എല്ലാ മനുഷ്യരും വിശ്വാസത്തിന് ഐക്യത്തിലെത്തണം. ദൈവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിലും ഈശോയെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിൽ എല്ലാവരും എത്തണം. ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാകുകയും ചെയ്യുന്നതുവരെ ഇത് തുടരേണ്ടിയിരിക്കുന്നു. നമ്മുടെ മിനിസ്ട്രി നമ്മൾ തുടരണം. നമ്മുടെ ഈശോ തന്നേക്കുന്ന ഗിഫ്റ്റുകൾ, ഈശോ തന്നേക്കുന്ന കാര്യങ്ങൾ, നമുക്ക് തന്നേക്കുന്ന വരങ്ങൾ നമ്മളത് യൂസ് ചെയ്യണം. എന്നുവരെ എല്ലാ മനുഷ്യരും ഈശോ അറിയുന്നത് വരെ എല്ലാവരും ഈശോ അറിയണം. നമ്മൾ ഈശോയുടെ പരിപൂർണ്ണ പക്വതയാർന്ന മനുഷ്യരാവണം. ദൈവത്തിന് പൂർണ്ണ ജ്ഞാനത്തിൽ എല്ലാവരും എത്തണം. ഇതെത്തുന്നത് വരെ നമ്മൾ ഈ മിനിസ്ട്രി നമ്മൾ തുടരേണ്ടിയിരിക്കുന്നു. ഇത് നമുക്ക് കിട്ടിയേക്കുന്ന കാര്യങ്ങൾ നമ്മൾ തുടരേണ്ടിയിരിക്കുന്നു. ഈശോ നമുക്കൊരു കാര്യം തരുമ്പോഴേ ഈശോയെക്കുറിച്ച് പറയാനോ ഈശോ പ്രാർത്ഥിക്കാനോ ഒക്കെ നമുക്കൊരു കാര്യം തരാം. ഈ ലക്ഷ്യം നമുക്കുണ്ടാവണം. ഈശോയെ ഈ മനുഷ്യൻ ഈശോ അറിയണം, ലോകം മുഴുവൻ ഈശോ അറിയണം, എല്ലാവരും പൂർണ്ണ ഐക്യത്തിലെത്തണം, ഈശോയുടെ പൂർണ്ണ ജ്ഞാനത്തിൽ എല്ലാവരും എത്തണം. ക്രിസ്തുവിന് പരിപൂർണ്ണ അനുസരിച്ച് എല്ലാവരും പക്വതയാർന്ന മനുഷ്യരാവണം. ഞാൻ പക്വതയാർന്ന മനുഷ്യനായി മാറണം. ഇതാണ് നമ്മുടെ എൻ പോയിന്റ്. ഈ എൻ പോയിന്റ് ലക്ഷ്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് ലക്ഷ്യം. ഈശോയെ പോലെ ആവുക, പൂർണ്ണ ജ്ഞാനത്തിൽ എത്തിച്ചേരുക, ഈശോയെക്കുറിച്ച് പൂർണ്ണ ജ്ഞാനത്തിലാവുക, പക്വതയാർന്ന മനുഷ്യനാവുക. ഇതാണ് എൻ്റെ എൻ പോയിന്റ്. എൻ പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പോകാൻ എളുപ്പമാണ്. പ്രാർത്ഥനയിൽ ഈ കാര്യം ഉൾപ്പെടുത്തണം, നമ്മുടെ കാര്യങ്ങളിൽ ഈ കാര്യം ഉൾപ്പെടുത്തണം. ഈശോ വെറുതെ ഒന്നും ആർക്കൊന്നും കൊടുക്കത്തില്ല. കർത്താവ് ഈ ഒരു കാര്യം ഈശോ നമ്മുടെ ലൈഫിൽ നിന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. എഫെസസ് 4:11 വായിച്ച് അഭിഷേകം പ്രാപിക്കുക.